എവിടെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഇത് ഒന്നും തന്നെ അറിയാതെ നല്ല സുഖത്തോടെ കിടന്നിറങ്ങുകയാ, നല്ല റാഹത്തോടെ നല്ല സന്തോഷത്തോടെ കിടന്നിറങ്ങുകയാ എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് അങ്ങ് ഞെട്ടി ഉണരുന്നു ഫറോവ. ഉറക്കത്തിൽ നിന്ന് രണ്ടാമത്തെ നിലവിളി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. കൊട്ടാരത്തിലുള്ള ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. കൊട്ടാരം കിടുകിടാ വിറച്ചുപോയി. ഫറോവയുടെ അട്ടഹാസം കേട്ട് മന്ത്രിമാര് ഓടിക്കൂടി. ഫറോവയുടെ അട്ടഹാസം കേട്ട് ഫറോവയുടെ കരച്ചിൽ കേട്ടിട്ട് രണ്ടാമത്തെ ദിവസവും കരച്ചിൽ കേട്ടിട്ട് പട്ടാളക്കാരെല്ലാം ഓടി വന്നു. ഹാമാനും ഓടി വന്നു. കിങ്കരന്മാര് മുഴുവനും ഓടി വന്നു. രാജാവിന് എന്ത് പറ്റി റബ്ബേ? രാജാവ് എന്തിനാ കരയുന്നത്? അല്ലാ, എല്ലാവരും രാജാവിന്റെ റൂമിന്റെ പരിസരത്ത് ഒരുമിച്ചോടി ഇങ്ങനെ കഥകമുട്ടി. രാജാ എന്ത് പറ്റി രാജാ? രാജാവ് കണ്ട രണ്ടാമത്തെ സ്വപ്നം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ചരിത്രം ശ്രദ്ധിക്കും. സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെ സ്വപ്നം. എവിടുന്ന തീനാള് വന്നത്? എവിടുന്ന തീനാള് വന്നത്? എവിടുന്ന തീനാള് വന്നത്? ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വലിയൊരു തീനാളം ആകാശത്ത് കൂടെ അങ്ങനെ വരിക. അപ്പൊ അത് റോക്കറ്റ് പോണതാ. രാജാവ് ആദ്യം അതാ കരുതിയത് റോക്കറ്റ് ആണെന്ന്. അല്ല, അത് നേരെ ഇങ്ങനെ അതിപ്പോ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. വലിയ തീനാളാണുള്ളത്. ഇപ്പൊ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഈജിപ്തിക്കാണല്ലോ വരുന്നത്. അങ്ങ് ചെന്ന് ഈജിപ്തിലെ പതിച്ചു. രാജാവ് അന്തം വിട്ടോ ഈ ഫറോവ. ഈജിപ്തിൽ വന്നിട്ടാ വീണത്. ഈജിപ്തിൽ അത് വീണുന്ന് മാത്രമല്ല, കിബിത്തികൾ താമസിക്കുന്ന അഥവാ ഫറോവനെ അനുസരിക്കുന്ന ഫറോവ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓല ജീവിക്കുന്ന എല്ലാ വീടൊന്ന് കത്തി നശിച്ചു. ഓല കൃഷി, ഓല മൃഗം, ഓല വാഹനം, ഓല ഭാര്യ, ഓല ഭർത്താവ് എല്ലാം കത്തി ചാമ്പലായി. പക്ഷേ കുറച്ച് വീട് മാത്രം കഴിച്ചിലായി. ഏത് വീട്? അത് കുഞ്ഞു വീടാണ്. ബനൂ ഇസ്രായേൽക്കാർ താമസിക്കുന്ന കുഞ്ഞു വീട്. ഓൽക്ക് വലിയ വീട് വെക്കാൻ പോലും ഇവൻ പെർമിറ്റ് കൊടുക്കൂല. അഹങ്കാരം കാട്ടുമ്പോ നല്ലോണം നോക്കി. അതെങ്ങനെയാണ്? വലിയ വീട് വെക്കാല്ലേ, പെർമിറ്റ് കൊടുക്കൂല. തന്റെ കൂട്ടക്കാര് മാത്രം ഉഷാറാവട്ടെ, തന്റെ പാർട്ടിക്കാര് മാത്രം ഉഷാറാവട്ടെ, തന്റെ പാർട്ടിക്കാര് മാത്രം വളരട്ടെ എന്നുള്ള അഹങ്കാരം കാട്ടിയാൽ മേലെ പടച്ചോണ്ട് ആ ഒരു ബോധം എല്ലാവർക്കും വേണം. അതാര് ഭരിക്കാണെങ്കിലും എല്ലാവർക്കും വേണം. ആരാണ് നേതാക്കന്മാര്, ആരാണ് ഭരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ വേണം. നമ്മുടെ നേതൃത്വത്തിനും ഭരണ നേതൃത്വത്തിനും നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും നല്ലതുപോലെ ഭരിക്കാൻ അല്ലാഹു അവർക്കും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ ഒന്നൊരു വേർതിരിവുണ്ടാവാൻ പാടില്ല. വേർതിരിവൊക്കെ കുറച്ചു കാലൊക്കെ നടക്കും. കുറച്ചു കഴിഞ്ഞാലോ അടച്ചോ നല്ല പൂർത്തം. അത് ഏത് നേതൃത്വത്തിലുള്ള ആളാണെങ്കിലും തമ്മാടിത്തരം കാട്ടിയോ പടച്ചോ പിടിക്കുന്ന പറഞ്ഞാൽ പിടിക്കുന്ന ഉറപ്പാ. ഞാൻ നേതാവാണെന്ന് എനിക്ക് എന്ത് എഴുതി കൂട്ടാം, എനിക്ക് എന്തും പറഞ്ഞു കൂട്ടാം. ആ ഒരു ധാരണ അപ്പം നടക്കും. പിന്നെ കൊടുക്കും. പിന്നെ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞാൽ പടച്ചോ കുടിപ്പിക്കും. ഉറപ്പാണ്. രക്ഷപ്പെട്ടു ആരുമില്ല. ഫറോവ മുതലുള്ള ചരിത്രം നമുക്കത് പാടാം. ഫറോവ മുതലുള്ള നമ്മൾ ഫറോവമാരായി മാറരുത്. നമ്മൾ ഫറോവമാരായി മാറരുത്. പള്ളിന്റെ ഭരണത്തിൽ കയറിയിട്ട് ഫറോവയെ മാറരുത്. അമ്പലത്തിന്റെ ഭരണത്തിൽ കയറിയിട്ട് ഫറോവയെ മാറരുത്. ഏത് ഭരണത്തിലാണെങ്കിലും പാവങ്ങളെ കാണാനുള്ള കഴിവാണ്. വീട്ടിലെ ഫറോവയായി മാറരുത് നമ്മള്. വീട്ടിലെ കുടുംബത്തിലെ ഫറോവയായിട്ട് മാറരുത്. എല്ലാത്തിലും ഉണ്ടാവും ഫറോവ. കുടുംബത്തിലുണ്ടാവും, വീട്ടിലുണ്ടാവും. തൊഴിലാളികൾക്കിടയിലെ ഫറോവയായിട്ട് മാറി, കമ്പനിയിലെ ഫറോവയായിട്ട് മാറരുത് നമ്മള് മാന്യനാവുക. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടല്ലോ നിങ്ങൾക്ക്? അഹങ്കാരം ഉണ്ടാവരുത്. ഇല്ല അഹങ്കാരം വെച്ചിട്ട് എന്ത് ചെയ്യരുത്? ഇല്ല അഹങ്കാരം വെച്ചിട്ട് മറ്റുള്ളവരെ തച്ച് തമർത്തരുത് എന്നാ പറഞ്ഞത്. ഈ സ്വപ്നം വന്നിട്ട്, ഈ തീനാളം വന്നിട്ട് വീടുകളൊക്കെ നശിപ്പിച്ചു. എന്നിട്ടോ അവസാനം എങ്ങോട്ട് വന്നു? ഈജിപ്തിലെ കൊട്ടാരത്തിലേക്ക് അവസാനം വന്നു. കൊട്ടാരത്തിന് ഈ ഫറോവ ഒരുക്കി വെച്ച പ്രതിരോധങ്ങൾ എത്രയാ? ഫറോവ ഒരുക്കി വെച്ച എല്ലാ കുതന്ത്രങ്ങളും പട്ടാളക്കാര് വരിവരിയായി നിരന്നു നിൽക്കുന്നു. പക്ഷേ ഒരു പട്ടാളക്കാരന്റെ അമ്പുകൊണ്ടോ തോക്കുകൊണ്ടോ അതിനെ തകർക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം നശിപ്പിച്ച് ആ തീനാള് നേരെ കൊട്ടാരത്തേക്ക് വന്നു. നേരെ കൊട്ടാരത്തേക്ക് വന്നു എന്ന് മാത്രമല്ല, പിന്നെ അവസാനം ഫറോവന്റെ അടുത്തേക്ക്